ശ്വാസമതും സ്തോത്രം പാടിയിടുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ വാക്കിൻ വൈഭവവും. സ്വർഗ്ഗത്തിലെത്തി ശാപത്തിൽ നിന്നും കുരിശാൽ രക്ഷിച്ചു. സ്ലീബാവന്ദനയെ പരിശീലിപ്പിച്ചോൻ ബലവാൻ സംസ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ അവനെ വന്ദിക്കാം. നീതി പ്രിയപുത്രി ദൈവപ്രസവിത്രി കൃപ നീ യാചിച്ചി തുടയോനേ നീ സൗഭാഗ്യവതി നിന്നോർമ്മയ്ക്കെങ്ങും. ഹല്ലേലൂയ ഹല്ലേലൂയ പരനുന്നതിയേ. മറിയാമേലിശുവ ലക്ഷ്യപാഞ്ഞെത്തിയ വിസ്മയനൗകങ്ങൾ. വാഗ്മിയേലിശുവ മറിയാം രക്ഷകനെ പെറ്റാരാലംബം. ഹല്ലേലൂയ ഹല്ലേലൂയ തൻ പ്രാർത്ഥനയെന്നും. ഭാഗ്യം നിവിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേക്കും. ഉടയവനുടെ വഴിയിൽ മലിനത തീണ്ടാതെ യാനം ചെയ്വോർക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ മൊഴി കാക്കുന്നോർക്കും. സകലരെ ഞങ്ങൾക്കായി കൃപയാചിപ്പിൻ പ്രാർത്ഥിപ്പിൻ ഞങ്ങൾ. സംരക്ഷിതരാവാൻ സാത്താൻ വീഴട്ടെ നിങ്ങളുടെ മാധ്യസ്ഥം. ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ കാലംബം. രോദിച്ചാലുഷ്വ വാനവിധാനത്തിൽ ചന്ദ്രാർക്കന്മാരെ മാർത്തോമാശ്ലീഹ തൽപ്രിയരെന്നിവർ തൻ പ്രാർത്ഥനയാൽ നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ രോദിക്കുക ശിക്ഷ. Thank you, friends, for joining in this live. Thank you for watching. നമ്മൾ 3 നോമ്പിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. 18 ഇടയിൽ ആണ്. 3 നോമ്പിനും വലിയ നോമ്പിനും ഇടയ്ക്ക് 18 ദിവസങ്ങളുണ്ട്. വലിയ നോമ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനുള്ള ദിവസങ്ങളാണ്. പുരാതന കാലത്ത് ഇന്ന് അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇന്ന് അങ്ങനെ ആരും നോമ്പൊന്നും എടുക്കുന്നില്ല. നോമ്പെടുക്കുന്ന അച്ഛന്മാരുണ്ടോ, അല്ലേ നോമ്പെടുക്കുന്ന അൽമാരുണ്ടോ എന്നാലും. ഇപ്പം നോമ്പെടുക്കുന്ന മെത്രാന്മാരുണ്ടോ എന്നൊക്കെ തിരക്കിയാൽ മതി. ആ ഒരു സ്ഥിതിയിൽ നമ്മൾ കണ്ട കഴിഞ്ഞ ഇടയ്ക്ക് നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ വിവിധ സഭകളുടെ അധ്യക്ഷന്മാര് മുഖ്യമന്ത്രിയുടെ വിരുന്നിനൊക്കെ പോകുന്നു. അപ്പം അപചയം ആണ് ഈ സഭകളിലൊക്കെ. അപ്പം ആ ഒരു രീതിയിലാണ് ഇന്നിപ്പോ 50 നോമ്പ് വരികയാണ്. 50 നോമ്പൊക്കെ ആരാണ് എടുക്കുന്ന അറിയത്തില്ല. വളരെ വിരളമായിട്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഉള്ള ആളുകളുണ്ട്. പഴയ രീതിയിലൊക്കെ നോമ്പ് എടുക്കുന്നവരുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി പുറകിൽ നിന്ന് സംസാരിക്കുന്ന ആളാണ്. പഴയ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഞാൻ ഇന്നലെ മലൈക്കോട്ട വാലിബൻ സിനിമ കണ്ടു. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്തൊരു തിയേറ്ററിലുണ്ടായിരുന്നു. അപ്പം പഴയ രീതിയിലാണ് ആ സിനിമ പിടിച്ചിരിക്കുന്നത്. പുതിയ കാലത്തിന്റെ വേഗതയില്ല.
സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ പുതിയ പലരും കമൻ്റൊക്കെ ഈ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്, എഴയുന്നു. പഴയ കാലത്ത് നസീറിൻ്റെ ഒക്കെ വടക്കപ്പാട്ട് സിനിമയൊക്കെ പോലെ. അപ്പോൾ അതേ രീതിയിലുള്ള എഴുത്തുകളും ഈ പേരൊക്കെ എഴുതി വരുന്ന സ്ക്രീൻ നിറച്ച് ആളുകളുടെ പേരൊക്കെ വലിയ വലിപ്പത്തിൽ കണ്ണിലോട്ട് കുത്തുന്ന പോലെ എഴുതിയൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ എഴുത്തുകളും പഴയ ഒരു സ്ലോ മോഡിൽ ഉള്ള പടമാണ്. അപ്പം ആ സംവിധായകൻ പർപ്പസ്ലി പഴയ കാലത്ത് ഒരു രീതി പിടിച്ച. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്നൊക്കെ ഒരു പഴയ കാലഘട്ടം, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇന്നിപ്പം ദുഃഖവെള്ളിയാഴ്ച വേണേലും കല്യാണം നടത്താൻ കൽപ്പന കൊടുക്കുന്ന ആളുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. പക്ഷെ നമ്മൾ ഒരു അടയാളപ്പെടുത്തലായിട്ട് പറയുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ 18 അട എന്നൊക്കെ പറയുന്നത്. ഇതിനൊന്നും പ്രസക്തി ഒന്നുമില്ല. 3 നോമ്പിനും 50 നോമ്പിനും ഇടയ്ക്ക് 18 ദിവസങ്ങൾ, ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന കുറെ മണ്ടന്മാർ ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് ഇന്നത്തെ മിടുക്കന്മാർ പറയും. പക്ഷെ ഞാൻ അവരെ ആരെയും മണ്ടന്മാരായിട്ടൊന്നും അല്ല കണക്കാക്കുന്നത്. അവരൊക്കെ ദൈവത്തെ അനുഭവിച്ചവരും ആസ്വദിച്ചവരുമാണ്. അതുകൊണ്ടൊരു പൂർവിക കാലത്തിന്റെ അടയാളപ്പെടുത്തലായിട്ടാണ് ഈ ലൈവുകൾ കാണേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതും അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ യേശു ദൈവപുത്രനാണ് എന്നാണ് പറയേണ്ടത്. അതാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് വിശ്വാസ പ്രമാണമുള്ളത്. സഭയെ സംബന്ധിച്ച് പരിശുദ്ധ തൃത്വമാണ് ദൈവം. അപ്പൊ തൃത്വമൊന്നുമല്ല, ദൈവം അതുക്കും മീതെയാണ്. യേശു ദൈവപുത്രനൊന്നുമല്ല, ദൈവമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ യേശുക്രിസ്തു, ഞാൻ ആരാണെന്ന് യേശു ചോദിച്ചപ്പോ ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ദൈവപുത്രനാണ്. അപ്പൊ യേശു പറഞ്ഞു, സത്യമായും ഇത് എൻ്റെ അപ്പനാടാ നിനക്ക് വെളിപ്പെടുത്തി തന്നെ. ട്രൂലി ഇറ്റ് ഈസ് എ റെവലേഷൻ ഫ്രം മൈ ഫാദർ. അപ്പൊ അത് കഴിഞ്ഞ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ തോമാസ് ശ്ലീഹ പറയാണ്, നീ ദൈവമാണ്. അങ്ങനെ പറഞ്ഞു എന്നാണ് ഈ പറയുന്നത്. നീ ദൈവമാണ്, ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ അതടെ എൻ്റെ അപ്പം പറഞ്ഞ് വെളിപ്പെടുത്തിയതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി യേശു ദൈവമാണെന്ന് പറയുമ്പോൾ തോമാസ് ശ്ലീഹ പറയുമ്പോൾ യേശു പറയണ്ടേ, അയ്യോ ഇത് സത്യത്തിൽ എൻ്റെ വല്യപ്പനാണോ മോനെ നിനക്ക്, കാരണം അതിനേക്കാൾ കൂടുതൽ അതുക്കും മീതിയുള്ള വെളിപ്പാടല്ലേ ദൈവപുത്രൻ. യേശു അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ ദൈവമാണെന്ന് പറഞ്ഞതിനൊന്നും. യേശു അക്നോളജ് ചെയ്തത്, അറ്റസ്റ്റ് ചെയ്തത്, അപ്രീഷിയേറ്റ് ചെയ്തത് പത്രോസ് ശ്ലീഹയുടെ കൺഫെഷനാണ്. യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതാണ് സഭയുടെ വിശ്വാസം. പത്രോസിനോട് പറയാണ്, ശിമോനെ നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണി. അതാണ് സത്യസഭ. ആ സഭയുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ പറയുന്നത്. ആധുനിക കാലത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ എൻ്റെ നിലപാടുകൾ ഭോഷത്വമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം, ഞാൻ കല്ലെറിയപ്പെടാം, പരിഹസിക്കപ്പെടാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത്, ഇന്ന് ഈ നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റി വന്നിട്ടുള്ള ഒരു വലിയ അപ്പച്ചയെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ദൈവം നമ്മളെ ശിക്ഷിക്കും എന്നുള്ള ഒരു ചിന്ത പൊതുവെ നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട് കേട്ടോ, ഈ യേശുപ്പച്ചൻ അടിക്കും കേട്ടോ, ചുമ്മാ പറഞ്ഞു കൊടുക്കുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക. മുലപ്പാലിൽ വിഷം ചേർത്താണ് കുട്ടികളെ മതം അഭ്യസിപ്പിക്കുന്നത്. പഴയ കാലത്തൊക്കെ ഈ പിള്ളേർ ചെറുപ്രായാലും മുലകൂടി നിർത്തത്തില്ല. അപ്പൊ എന്താ വെച്ചാൽ മുല കുടിക്കാൻ ചെല്ലുമ്പം ഈ മുലയിൽ ചെന്നിനായകം തേച്ച് വെക്കും. ചെന്നിനായക കയ്പ്. അപ്പം പിള്ളേരെ കൂടി മുല കൂടി നിർത്തും അതിനുവേണ്ടി. മുലപ്പാൽ വിഷം ചേർത്ത് കൊടുക്കുക. ചെന്നിനായം വെക്കുന്നത് കുഴപ്പമില്ല കേട്ടോ, അത് അമ്മമാരുടെ ആരോഗ്യത്തിന് വേണ്ടി. അന്നത്തെ കാലത്തൊക്കെ എല്ലാ വർഷവും സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്, അടുത്ത പ്രസവത്തിന് ഒരുങ്ങാൻ വേണ്ടിയൊക്കെ ചെയ്യും. ഇതങ്ങനെയല്ല. കൊച്ചു പിള്ളേർ പറയാ യേശുപ്പച്ചൻ അടിക്കും, പിന്നെ പുള്ളി ഗുണ്ടയല്ലേ, പുള്ളിക്ക് അതല്ലേ പണി, ദൈവശിക്ഷിക്കും. അപ്പൊ നമുക്ക് ഒന്ന് വീണാല്, ഒരു കൊച്ചു ഓടി ഒന്ന് വീണ് മുട്ടുപൊട്ടി ഉടനെ കണ്ടോ യേശുപ്പച്ചൻ അടിച്ചതാ, എന്നിട്ട് പറയും നീ അനുസരിക്കാഞ്ഞിട്ടാണ്, നീ ഇരിക്കാഞ്ഞിട്ടാണ്. അപ്പൊ കൊച്ചിൻ്റെ ഉള്ളില് യേശുവിനോടൊരു വെറുപ്പ് ഉണ്ടാകുക, ഒരു ചെറിയ തോതിലൊരു പകയുണ്ടാകുകയാണ്, അല്പമല്ലാത്ത ഭയം ഉണ്ടാകുകയാണ്. കുട്ടികളെ പഠിപ്പിക്കുക. സൺഡേ സ്കൂൾ കരിക്കുലത്തെ പറ്റിയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതാണ് കരിക്കുലം വീട്ടിലാണ് തുടങ്ങുന്നത്. ദൈവം സ്നേഹമാണെന്ന് ഏത് വീട്ടിലാണ്, ഏത് കുഞ്ഞിനോടാണ്, ഏത് മാതാപിതാക്കളാണ് പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടോ?
ഇനിയിപ്പോൾ 10 കൊല്ലം മുമ്പ് എനിക്കിത് അറിയാമെന്ന് പറഞ്ഞ് വരും, കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ മക്കളെ ദൈവം സ്നേഹമാണ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞ കാര്യമല്ല ചോദിച്ചത്. ദൈവം സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ്. അപ്പോ എന്താന്ന് ചോദിച്ചാൽ ദൈവം സ്നേഹമാണ് എന്ന് പറയത്തില്ല. നമ്മൾ പള്ളി ചെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ദൈവം സ്നേഹമാണ്? അപ്പൊ എല്ലാവർക്കും വേണ്ടിയത് ഒരു നല്ല കുരയ്ക്കുന്ന പട്ടി ആളുകളെയൊക്കെ പേടിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഒരു സ്റ്റാറ്റസ് ആണ്. മിക്ക ക്രിസ്ത്യാനികൾ ദൈവത്തിന് ഒരു പട്ടിയുടെ വിലയാണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പിള്ളേരെയൊക്കെ ഒന്ന് ഒതുക്കാൻ. പിന്നെ എന്തു പറഞ്ഞാലും നമ്മൾ പറഞ്ഞു ദൈവം ചോദിച്ചോളും. പിന്നെ ദൈവത്തിന് അതല്ലേ പണി? നിന്നോട് ദൈവം ചോദിക്കൂടാ. അപ്പൊ ഒരു തമാശക്കാരൻ പറയുന്നുണ്ട്, ദൈവം ചോദിച്ചാൽ കൊടുക്കാൻ മാത്രമൊന്നുമില്ല, ആകെ അരയാ മേടിച്ചിരിക്കുന്നു. ഒരുത്തനൊരു പൈന്റ് മേടിച്ചപ്പോഴേ നിന്നോട് ദൈവം ചോദിച്ചോളൂ എന്ന്. ആ പുള്ളി പറഞ്ഞു ദൈവം ചോദിച്ചാൽ കൊടുക്കാനില്ലത് എനിക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇടവഴികളിലെ സംസാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെറും ഒരു അധമനും നീചനും വൃത്തികെട്ടവനും ഒക്കെ ആക്കി അവതരിപ്പിക്കുക. ഇങ്ങനെയുള്ള അവതരണങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൈവശാസ്ത്ര അവബോധമാണ് ഉള്ളത്. പിന്നെ അയാൾ എന്തൊക്കെയായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ചിലപ്പോൾ ചെമ്മാച്ചനായി കാണും, ചിലപ്പോൾ അച്ഛനായി കാണും, ചിലപ്പോൾ മെത്രാച്ചനായി കാണും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നല്ലേ നമ്പ്യാർ സാറ് പഠിപ്പിച്ചല്ലേ? അപ്പൊ നമുക്ക് ഈ മനസ്സിലാക്കി വരുമ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ചിന്ത ഇങ്ങനെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ദൈവം അടിക്കും, ദൈവം പിടിക്കും. എനിക്കങ്ങനെ എൻ്റെ ബാല്യകാലത്ത് അങ്ങനെ കേട്ടിട്ടില്ല. എന്നോട് എൻ്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല, ദൈവം നിന്നെ തല്ലുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്ന ഞാനും അങ്ങനെ ആയിപ്പോവാൻ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ പേരിൽ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം, സ്വയം പരിശോധിക്കണം. നല്ലതാ. അപ്പോ നമ്മൾ അങ്ങനെ, കാരണം ദൈവം എന്ന് പറഞ്ഞ CCTV എല്ലായിടത്തും വെച്ചിട്ട് നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യമുണ്ടെ അടിക്കും. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, അനുദിനമായ ജീവിതത്തിൽ പാളിച്ചകളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം, തിരിച്ചടികളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, നൊമ്പരങ്ങളുണ്ടാകാം, കഷ്ടങ്ങളുണ്ടാകാം, വഞ്ചനകളുടെ അനുഭവം ഉണ്ടാകാം, പാർശ്വവൽക്കരിക്കപ്പെട്ട അനുഭവം ഉണ്ടാകാം, തിരസ്കരിക്കപ്പെട്ട അനുഭവം ഉണ്ടാകാം. ഇങ്ങനെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളെ എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ ശിക്ഷയോട് താതാത്മ്യപ്പെടുത്തി എടുക്കുകയാണ്. ദൈവം ശിക്ഷിച്ചു. അപ്പൊ അതിനൊരു ദൈവിക മാനം കൊണ്ടുവരികയാണ്. പെട്ടെന്നൊരു സൊല്യൂഷൻ, പെട്ടെന്നൊരു എക്സ്പ്ലനേഷൻ. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്ത് കണ്ടാൽ അതെന്തായിരിക്കും? പെട്ടെന്നൊരു രോഗം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി, പെട്ടെന്ന് കണക്ട് ചെയ്യുകയാണ്. അതിനെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ അതിന് പറ്റിയ ചെറുപ്പകാലത്തെ പ്രബോധനങ്ങള്, പള്ളി പ്രസംഗങ്ങള്, കൺവെൻഷൻ പ്രസംഗങ്ങള്, പിന്നെ ഇടവഴികളിലെ ഭീഷണികള് ദൈവത്തെ ഗുണ്ടയാക്കി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ഇതൊക്കെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ പെട്ടെന്ന് കണക്ട് ചെയ്യാണ്. തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. ഇന്നലെ ഫേസ്ബുക്കില് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, ഞാൻ പേര് പറയുന്നില്ല, മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ടുള്ളവർക്ക് ആ പോസ്റ്റ് ആണ്. അപ്പൊ അവര്
അമേരിക്കയിലെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഡെൽറ്റ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് കയറി പോവാണ്. പെട്ടെന്ന് എയർ ടർബുലൻസ് ഉണ്ടായി. എയർ ടർബുലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വായുവിൽ പോകുമ്പോൾ ഇങ്ങനെ വിമാനം കുലുങ്ങുന്നു. അരമണിക്കൂർ നേരത്തോളം ഉണ്ടായിരുന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ഇച്ചിരി തള്ളായിരിക്കും. ഒരു 10-15 മിനിറ്റ് ഉണ്ടായി കാണും. പോസ്റ്റ് ഇടുന്നതല്ലേ. അപ്പൊ അരമണിക്കൂർ നേരം വിമാനത്തിലുള്ളവരെല്ലാം കാറി, അത് നേരായിരിക്കും. അമേരിക്കക്കാർ കാറാൻ ഭയങ്കര മിടുക്കന്മാർ, ഒറ്റലം കാർ. നമ്മൾ ഈ മലയാളികളെ പോലെയല്ല, വികാരങ്ങളെല്ലാം പെട്ടെന്ന് ഒത്തിരി പ്രകടിപ്പിക്കുന്ന ഈ അമേരിക്കൻസ്. അവര് കാറിന്റെ വന്നാൽ കാറും, ചിരിക്കേണ്ടി വന്നാൽ ചിരിക്കും, കൈകൊട്ടുണ്ടെന്നാൽ കൈകൊട്ടും, അങ്ങനെ ഭയങ്കര എക്സ്പ്രഷനാണ്. നമ്മൾ ഒത്തിരി ഗോപ്യമായിട്ട് നോക്കും. അടുത്ത കാലത്താണ് മനുഷ്യൻ പുറത്ത് ചിരിക്കാനൊക്കെ തുടങ്ങിയത്. സത്യമായിട്ടും അങ്ങനെയാണ്, ഭയങ്കര എക്സ്പ്രഷൻ. അവരൊച്ച കാർ വിമാനത്തിൽ ഇരുന്നാൽ എന്നാൽ അവർ എഴുതിയിരിക്കുന്നത് പോസ്റ്റിന് അദ്ദേഹം. അപ്പോഴേക്കും ഇവരോട് ദൈവം പറയുന്നതായിട്ട് ഇവർക്ക് തോന്നുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള വയറുവാക്യ. ഇതെല്ലാം താതാത്മ്യപ്പെടുത്തുക. പെട്ടെന്ന് വിമാനം കൺട്രോളായി, വിമാനം താഴെ ഇറങ്ങി. അന്നേരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ദൈവം വന്നു, സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു, ഭയങ്കരമായി പോയി. നമ്മുടെ അനുഭവങ്ങളെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രേരണ നമുക്കുണ്ട്. നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരും ഗുരുക്കന്മാരും ഉപദേഷ്ടാക്കന്മാരും അച്ഛന്മാരും പാസ്റ്റർമാരും അതിനെ പ്രോത്സാഹിപ്പിക്കും. സത്യം പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാനത്തിലുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിരീശ്വരവാദികൾക്കും എല്ലാം സെയിം അനുഭവം ഉണ്ടായിട്ടുള്ളൂ. അവരെല്ലാം കുലുങ്ങി, അവരെല്ലാം ശരിയായി, അവരെല്ലാം താഴെ ഇറങ്ങി. അപ്പൊ ഇത് ജനറൽ ആയിട്ട് സംഭവിച്ച ഒരു കാര്യം. അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളും ഓരോ ഇതും നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ പരിശോധനയായിട്ടും ദൈവത്തിന്റെ പരീക്ഷണമായിട്ടും ദൈവത്തിന്റെ ശിക്ഷണമായിട്ടും ശിക്ഷയായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കുക. ഇത് ദൈവത്തെ സംബന്ധിക്കുന്ന വളരെ തെറ്റായ ഒരു ധാരണ രൂപപ്പെടുത്തുകയാണ് നമ്മളിൽ. അപ്പൊ ഈ ദൈവം ശിക്ഷിക്കുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് ചിലപ്പോൾ തോന്നും. രക്ഷിക്കുക, അനുഗ്രഹം ഒന്നും ഇല്ലേ? ഒരനുഗ്രഹം ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ശിക്ഷ മാത്രം അയക്കുന്ന ദൈവമാണോ? അപ്പൊ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുക. ദൈവത്തെ പുകഴ്ത്തണമല്ലോ. അപ്പൊ ദൈവം എന്തെങ്കിലും അനുഗ്രഹം തന്നോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലേ ഒരു പാസ്റ്റർ എൻ്റെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു, എന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോ പുള്ളിക്ക് എവിടുന്ന കുറച്ച് പൈസ കിട്ടി, ആരോ കൊടുത്തു, എങ്ങനെയാണെന്ന്. അപ്പൊ ഞാനും ഈ പാസ്റ്ററും കൂടെ ഒരു വഴിക്ക് പോകുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഷൂസ് മേടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, തൻ്റെ പൈസ? എനിക്ക് ഈ പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കടയിൽ കയറി. വുഡ്ലാൻഡ്സിന്റെ ഷൂ ആണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 12,000 രൂപ അന്നത്തെ കാലത്തായി. നല്ലൊരു മോഡൽ ഷൂ മേടിച്ചു. ഷൂ ഒക്കെ മേടിച്ചിട്ട് പുള്ളിക്കും വലിയ സന്തോഷമായി, എനിക്ക് സന്തോഷമായി. നല്ലൊരു ഷൂ ആണ്. ഞങ്ങളിങ്ങനെ പിന്നെ എങ്ങാണ്ടില്ല പോയപ്പം ഒരാൾ ചോദിച്ചു, അയ്യോ പാസ്റ്റർ നല്ലൊരു ഷൂ ആണല്ലോ ഇട്ടിരിക്കുന്നത്, ഈ ഷൂവിനെ കണ്ട്. ആ പുള്ളി ബൈബിൾ കോളേജിൽ ഒരു അധ്യാപകനുണ്ട്, ബൈബിൾ കോളേജിൽ ആരാണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാനും നിപ്പുണ്ടോടെ. അപ്പൊ എടുത്തടിച്ചപടി ഈ പുള്ളി പറയാണ്, അച്ഛൻ മേടിച്ചെന്ന്. ഞാൻ എൻ്റെ 5 പൈസയില്ല ഞാൻ മേടിച്ച, അതാ അയാളുടെ പൈസക്ക് അയാൾ മേടിച്ച. പിന്നെ ഇയാളിത് പറഞ്ഞപ്പോ എനിക്ക് നല്ലെന്ന് പറയാൻ പറ്റത്തില്ല, നുണേനകത്തില്ല. അന്നേരത്തേനെ അവിടെ നിന്ന ആളുകളൊക്കെ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കേ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് തള്ളിയതാ, എനിക്കൊരു പ്രസക്തി ഇരുന്നോട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഫ്രീ ആയിട്ടൊരു പ്രശംസ. അന്നത്തെ കാലത്ത്, ഇത് കുറേ വർഷം മുമ്പാട്ടോ, അന്ന് 12,000 രൂപയുടെ ഒരു ഷൂ ഒക്കെ ഞാൻ മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ അതിനകത്ത് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ പക്വതന്മാര് അടി കിട്ടിക്കഴിഞ്ഞാൽ അത് ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിന്റെ പേര് ചാർത്താണ്, ദൈവം തന്നു. ഒരിക്കലും ഞാന് പെന്തക്കോസ്ത് സഭ നടത്തുന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു, ഒരു സാക്ഷ്യം പറയാം. ഞാൻ പറഞ്ഞു, എന്താണ് സാക്ഷ്യം പറയണ്ടേ? മോള് 10ാം ക്ലാസ് പാസ്സായി. സെക്കൻഡ് ക്ലാസ് ഉണ്ട്. സെക്കൻഡ് ക്ലാസ് അന്നത്തെ കാലത്ത് വലിയൊരു ക്ലാസ്സാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, പഴയ കാലത്തൊക്കെ ഈ 50% മാർക്കിന് സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞു, 60% മാർക്ക് ഫസ്റ്റ് ക്ലാസ്, 70% 2 ഡിസ്റ്റിങ്ഷൻ, അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഇവർക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ട്. സാക്ഷ്യം പറയും. അന്ന് കേരളത്തിലൊരു പ്രമുഖ നിരീശ്വരവാദിയുടെ
മകക്കാണ് SSLCക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അത് പത്രത്തിൽ ഒന്ന് വാർത്തയുണ്ട്. അപ്പൊ തലേദിവസം പത്രത്തിൽ ഞാൻ വായിച്ചായിരുന്നു. ഞാൻ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് നിരീശ്വരാദിന്റെ മകക്കാണ്. അപ്പൊ നിങ്ങൾ ഈ സെക്കൻഡ് ക്ലാസ് കിട്ടിയതിന്റെ സാക്ഷ്യം പറയാൻ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ജയങ്ങളും പരാജയങ്ങളും ഉയർച്ചകളും താഴ്ചകളും അത്യാവശ്യമുള്ള കാര്യമാണ്. ഉയർച്ചകൾ ഓരോരുത്തർ സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നത്. സേല എന്നതിന്റെ സംശയം എന്നാ സേല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെയാണ് വിളിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും, താഴ്ചകൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും. വെക്കുന്നില്ലല്ലോ. വോളിയം കുറച്ച് വെക്കാം, ആയിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും വെല്ലുവിളികളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകും. അപ്പൊ ഇതിനെല്ലാം താതാത്മ്യപ്പെടുത്തി ദൈവശാസ്ത്രം രൂപീകരിക്കും. ദൈവം അടിച്ചു, ദൈവം ശിക്ഷിച്ചു, പിന്നെ ദൈവം തന്നു. അപ്പൊ ഇത് മതവ്യവസായം നടത്തുന്നവർക്ക് നല്ല കാര്യമാണ്. ഇപ്പൊ ഒരു ആൾദൈവ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ചെന്നു കഴിയുമ്പോൾ എല്ലാ മനുഷ്യന്റെ ഉള്ളിലെ ഒരു ത്വരയാണ് താൻ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം. ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി ചെന്നു, ഒരു 200 പേരുണ്ട്. ആ 200 പേരുള്ള അതിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രസക്തി ഇല്ല. നമുക്ക് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ടിരിക്കാൻ അങ്ങനെ ആഗ്രഹിക്കത്തില്ല. നമ്മളൊന്ന് പരിഗണിക്കപ്പെടണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ഒരു സാക്ഷ്യം പറയുന്നത്? എന്തെങ്കിലും ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അപ്പൊ നമുക്കൊരു അത്ഭുതം സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റേജിൽ കയറ്റും, നമ്മുടെ സാക്ഷ്യം റെക്കോർഡ് ചെയ്യപ്പെടും, പാസ്റ്റർ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ പരതുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടായാൽ അതിനെ ഒന്ന് പൊലിപ്പിച്ച്. അതാണ് ഇന്നാൾ ഒരുത്തൻ ലോണിന് അപേക്ഷിച്ചു, ലോൺ പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തങ്കുവിന്റെ മോൻ 2 കോടി പോക്കറ്റ് വന്നിരിക്കുന്നു, ഹാലലിയ. അയാളൊരു ലോൺ എടുത്താ മനസ്സിലായി. എന്തെല്ലാം സാധനം, അണ്ടർവെയർ വരെ പണയം വെച്ചു, സകല ദേഹം കൊണ്ട് കൊടുത്തു, മാസങ്ങൾ പിന്നാലെ നടന്നു, അവസാനം ലോൺ കിട്ടി. ക്രെഡിറ്റ് ആരും കൊണ്ടുപോയി? തങ്കു കൊണ്ടുപോയി. അപ്പൊ ഈ രീതിയിൽ മനുഷ്യന്റെ ഉള്ളിലെ സ്വാഭാവികമായ ഒരു വാഞ്ചയുണ്ട് താൻ ശ്രദ്ധിക്കപ്പെടണമെന്നുള്ളത്. ഇതാണ് ഈ ആൾദൈവങ്ങളും ഈ കൂട്ടായ്മകളും ഒക്കെ മുതലെടുക്കുന്നത്. ആൾദൈവങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഇപ്പോ നേരത്തെ പെന്തക്കോസില്, ഇപ്പോഴും പുള്ളി പെന്തക്കോസില, റെജി എന്ന് പറഞ്ഞ് ഒരു പാസ്റ്ററുണ്ട്. ഞാനൊക്കെ പെന്തക്കോസിലുള്ളപ്പം ഒരു പയ്യൻ പാസ്റ്ററായിരുന്നു. ഇപ്പൊ പുള്ളി അച്ചായൻ പാസ്റ്ററായി. പ്രായമായി, പുള്ളിക്ക് കവള് വന്നു, വയറ് വന്നു, അങ്ങനെ പലതും വന്നു, പണം വന്നു. അപ്പൊ പുള്ളിയുടെ ഒരു പ്രസംഗം ഇന്നലെ നടന്ന തിരുവല്ലായില് പുള്ളി പ്രസംഗിക്കുക. ആൾദൈവങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ? പുള്ളിയെ ഒരു ആൾദൈവം ആക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. ദേവദാസന്മാരെ, നമ്മുടെ സഭയിൽപ്പെട്ട ഒരമ്മാമ ഒരിക്കൽ ഞാൻ പൗർവിഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, 90 മുഴ എന്റെ ശരീരത്തിലുണ്ട്, ഡോക്ടർ ക്യാൻസർ ആണെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും അമ്മാമ, ഞാൻ അമ്മാമ ഇവിടെ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, അമ്മാമ എങ്ങനെയുണ്ട് ആരോഗ്യം? എന്നോട് നാടകീയമായ അവതരണമാണ്, ആരും പുള്ളിയെ പറ്റി പറയുന്നില്ല. അപ്പൊ ഈ റജി ശാസ്താംകോട്ട എന്നാട്ടോ പുള്ളി അറിയപ്പെടും. പുള്ളിക്ക് ഇപ്പൊ ഒരു അത്ഭുതവാനാകണം, ആൾദൈവമാകണം. അതിനോട് പുള്ളി പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അമ്മാമയെ കണ്ടു. ഈ അമ്മാമ പറയാണ്, അമ്മാമയുടെ ദേഹത്ത് 90, ദേഹത്ത് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, 90 മുഴ. ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ? എത്ര മുഴയാ? 90 മുഴ. എന്റെ ദൈവമേ,
എടാ മണ്ട, ചില മഴയൊക്കെ വേണ്ടിയതാടാ, നീ ഏതൊക്കെ മഴ എണ്ണിത്. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി. രസമുണ്ടല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും അമ്മാമ. ഞാൻ അമ്മാമ ഇവിടെ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, അമ്മാമ എങ്ങനെയുണ്ട് ആരോഗ്യം? എന്നോട് പറയുക, പാസ്റ്ററെ നോക്ക്, ഒരൊറ്റ മുഴ പോലും എന്റെ ശരീരത്തിലില്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് ചിലതിന്റെ ബലത്തെ കർത്താവ് കണ്ടു. അമ്മാമ്മയുടെ മുഴയെല്ലാം പോയി, ഒറ്റ മുഴ പോലും ഇല്ല. എന്താ കഥ റജി? ഈ റജി ഇച്ചിരി ബോധവും വിവരവും ഒക്കെ ഉള്ളവനായിരുന്നു, ഇവനും ഈ രീതിയിലായിപ്പോയല്ലോ. ഞാൻ അമ്മാമ ഇവിടെ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, അമ്മാമ എങ്ങനെയുണ്ട്? 100 മുഴ എന്റെ ശരീരത്തിലുണ്ട്. ഇതിൽപ്പെട്ട ഒരമ്മാമ ഒരിക്കൽ ഞാൻ പൗരുഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെ വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, 90 മുഴ എന്റെ ശരീരത്തിലുണ്ട്, ഡോക്ടർ ക്യാൻസർ ആണെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും അമ്മാമ. ഞാൻ അമ്മാമ ഇവിടെ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, അമ്മാമ എങ്ങനെയുണ്ട് ആരോഗ്യം? എന്നോട് പറയുക, പാസ്റ്ററെ നോക്ക്, ഒരൊറ്റ മുഴ പോലും എന്റെ ശരീരത്തിലില്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് ചിലതിന്റെ ബലത്തെ കർത്താവ് കണ്ടു. പെന്തക്കോസ്താടി ഏത് അമ്മാമ്മയുടെ മുഴ? എവിടെയെങ്കിലും അമ്മാമ്മയ്ക്ക് മുഴ വന്ന പറഞ്ഞാൽ ഏതെങ്കിലും ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറയുമോ? നെവർ. ഒരു ഡോക്ടറും പറയത്തില്ല. മുഴയുണ്ടെങ്കിൽ അത് ബയോപ്സിക്ക് അയക്കും, അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് അത് ക്യാൻസർ ആണോ അല്ലയോ അല്ലേ തീരുമാനിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയഗ്നൈസ് ഈ അമ്മാമ്മയ്ക്ക് നടന്നോ? അങ്ങനെയാണ്. അത് ഏത് ആശുപത്രിയിലാണ്, അതിൻ്റെ റിപ്പോർട്ട് ഏതാണ്, മുഴ എത്രയുണ്ട്, ഇതൊക്കെ കാണുമല്ലോ. ശരീരത്തിൽ ഇത്ര മുഴയുണ്ട്, അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട്, ബയോപ്സി റിപ്പോർട്ട്, ഡോക്ടറുടെ മെഡിക്കൽ രേഖ. പിന്നെ ഇയാളെ കണ്ടപ്പോഴാണ് പൗരുഷന് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ തിരുവല്ല കൺവെൻഷൻ ഗ്രൗണ്ട് വെച്ച് ഇതാ മുഴയില്ലാതെ, ഒരു മുഴ പോലും ഇല്ലാതെ അമ്മാമ്മ വന്നിരിക്കുന്നു. റോബോട്ടൊക്കെ പോലെ ആയിരിക്കും. ഒരു മുഴ വൃത്തികേടാ മനുഷ്യ, ഒരു മുഴ പോലും ഇല്ല വന്ന്. അപ്പൊ അങ്ങനെ ഒരു മുഴ പോലും ഇല്ലാതെ അമ്മാമ്മയെ കണ്ടു. ബ്രാൻഡ് ചെയ്യാൻ, സ്വയം ബ്രാൻഡ് ചെയ്യാൻ. ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് ഒരു ചിന്തയുണ്ടാവും, എന്തെങ്കിലും ഒരു രോഗവിവരം ഈ പാസ്റ്ററോട് പറഞ്ഞ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. പാസ്റ്ററെ ഭയങ്കര നടുവേദനയാണ്, എന്നാൽ പാസ്റ്റർ പ്രാർത്ഥിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? മാറി പാസ്റ്ററെ, മാറി, കൈയടിച്ച് എന്ന് പറഞ്ഞ് ഇത് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോമാണ്. അപ്പൊ താൻ റെഡിയാണ് ഈ ഷോ നടത്താൻ എന്നുള്ള സന്ദേശം കേൾവിക്കാരിലേക്ക്, താൻ ഇത് അത്ഭുതവാനാകാൻ പോകുന്നു, താൻ ഒരു ആൾദൈവമാകാൻ പോവാണ് എന്ന് റജി പാലിയക്കര നാട്ടുകാരെ അറിയിക്കുകയാണ്. മനസ്സിലായോ? ഇനി അങ്ങനെയുള്ളവർക്ക് ഇദ്ദേഹത്തെ സമീപിക്കാം. ഒരു ആൾദൈവം ജനിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. രോഗങ്ങൾ വരാറുണ്ട്, രോഗങ്ങൾ മാറാറുണ്ട്, വിമാനം കുലുങ്ങാറുണ്ട്, വിമാനത്തിന്റെ കുലുക്കം നിൽക്കാറുണ്ട്. അപ്പൊ ദൈനംദിനം ഉണ്ടാകുന്ന മുഴുവൻ സംഭവങ്ങളെ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലായിട്ട് വിവക്ഷിച്ചിട്ട്, ഓ ഇന്ന് ദൈവം ഓക്കെ ആയിരുന്നു, ഇന്ന് ദൈവത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു, ഇന്ന് ദൈവം എന്നെ പ്രസാദിച്ചു, ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഇന്ന് ദൈവം എന്നെ സഹായിച്ചു, ഇന്ന് ദൈവം പിണക്കമായിരുന്നു, ഇന്ന് ദൈവം മോഹം വീർപ്പിച്ചിരിക്കുകയായിരുന്നു, ഇന്ന് ദൈവം എന്നെ അടിച്ചു, ഇന്ന് ദൈവം എന്നെ ഉന്തിയിട്ടു. ഇങ്ങനെ ചിന്തിക്കുക. അപകടമരണം ഉണ്ടായാലും അതെല്ലാം ദൈവം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാണ്. അതും ദൈവത്തിന്റെ ഒരു ശിക്ഷയാണ്, അല്ലെ ശിക്ഷണമാണ്. ദൈവം എന്തോ സംസാരിക്കുകയാണ്. പിന്നെ അതിന്റെ കച്ചവടമാണ്. ഈ തങ്കുവൊക്കെ അത് ശാപമാണ്, ശാപം ഞാൻ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പലരുടെയും മാറ്റി കൊടുത്തായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങളാണ്. ഇപ്പൊ ദൈവത്തെ തെറ്റായി അവതരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയുണ്ട്. ദൈവമേ, മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാനുള്ള ഒരു ധൈര്യവും മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രശാന്തതയും എനിക്ക് തരണമേ. ജീവിതത്തിൽ സംബന്ധിച്ച് അങ്ങനെയാണ്. ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സന്ദേശം. ദൈവം ദൂരസ്ഥനായും ദൈവം അദൃശ്യനായും ദൈവം അപ്രമേയനായും എവിടെയോ എങ്ങനെയൊക്കെ ആയിരുന്ന ദൈവത്തെ പറ്റി ഒരു ഊഹമില്ല. എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാം. അശനിപാതമായി വരാം, കൊടുങ്കാറ്റായി വരാം, ഇരുട്ടിൽ പൊമ്മിക്കിടക്കുന്ന പാമ്പായി പത്തി ഉയർത്താം, കൊത്താം, ചിലപ്പോൾ ദംശനമേറ്റ് മരിക്കാം.
ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇങ്ങനെ ഭീതിയുടെ കാലഘട്ടം, അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഇതാണ് ഇരുട്ടിലും മരണത്തിന്റെ നിഴലിലും ഇരുന്ന ജനത്തിന് ഉദിച്ച വെളിച്ചമാണ് ക്രിസ്മസ്. അതാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം ഒക്കെ നിങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ സെബുലൂനിലും നഫ്താലിയിലും ഗലീല പ്രദേശങ്ങളിലും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനങ്ങൾക്ക്, അപ്പൊ അന്ധകാരത്തിലാണ് ജനം. അന്ധകാരത്തിൽ നിന്ന് പറയുമ്പോൾ ആളെ കാണത്തില്ല, അറിയത്തില്ല. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് അന്ധകാരമാണ്, ദൈവബോധമില്ല. അവിടെയാണ് ദൈവം മനുഷ്യനാകുന്നത്. ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് ക്രിസ്ത്യൻ മെസ്സേജ്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, അടുത്ത് ചെല്ലാൻ പറ്റുന്നു, തൊടാൻ പറ്റുന്നു. അതാ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ, ആദ്യം മുതലുള്ളത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ അടുത്ത് ചെന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങളുടെ വിരലുകൊണ്ട് ഞങ്ങൾ തൊട്ടു നോക്കിയ ആ ദൈവം. അപ്പൊ അതാണ് ഇൻകാർണേഷൻ, ദൈവം മനുഷ്യനായി എന്നുള്ളത്. അപ്പൊ മനുഷ്യനായ ദൈവത്തിന് എന്ത് സംഭവിച്ചു? മനുഷ്യനായ ദൈവം അപമാനിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. അവൻ വിശന്നു, അവൻ താമസിക്കാൻ സ്ഥലമില്ലാതെ, മനുഷ്യപുത്രന് ഭവനമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നടക്കും. അപ്പൊ ഇടുകൊടുക്കായ ചോറും കറിയും. അപ്പൊ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതെല്ലാം നമുക്ക് തരുന്ന ആളാണ്. അവസാനം എന്ത് ചെയ്തു? മുറിവേൽക്കപ്പെട്ടു, കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. ഇതാ നോക്ക്, കണ്ടോ? ഇതിനാണ് കുരിശ് ധരിക്കുന്നത്. ക്രിസ്ത്യാനികൾ കുരിശ് ധരിക്കുന്നത്, കുരിശ് വരയ്ക്കുന്നത്, സൈൻ ഓൺ ദ ക്രോസ്. എന്തിനാ കുരിശ് വരയ്ക്കുന്നത്? ഭയങ്കര മാജിക്ക് പോലെയാണ്. ഇപ്പൊ ആളുകൾ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുകയാണ്. ഇതെല്ലാം നടക്കും, സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാൽ അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം, ബുദ്ധിക്കതീതമാ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ഓടിവാ, സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാൽ. അപ്പൊ ദൈവത്തെ സംബന്ധിക്കുന്ന തെറ്റിദ്ധാരണകളെ മാറ്റാൻ ദൈവം മനുഷ്യനായി മൂന്നാണിയിൽ കുരിശിൽ കിടക്കുക. ആരും രക്ഷിച്ചില്ല, കുരിശിൽ കിടക്കുകയാണ്, പരിഹസിക്കപ്പെടുകയാണ്, ഉപദ്രവിക്കപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്, നഗ്നനാക്കപ്പെടുകയാണ്, അല്ലെ? സകല വസ്ത്രവും വലിച്ചുരിയപ്പെട്ടു. ആ ക്രിസ്തുവിന്റെ മനോഭാവത്തോടുള്ള താതാത്മ്യപ്പെടുത്തലാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മെസ്സേജ്. അതാണ് അസീസിയിലെ ഫ്രാൻസിസ് പറഞ്ഞത്, അത് സ്വീകരിക്കാനുള്ള പ്രശാന്തത. ലൈഫ് സിറ്റുവേഷൻസിൽ ദൈവത്തെ വലിച്ചഴിച്ചുകൊണ്ട് ഇത് ദൈവം ശിക്ഷിച്ചതാണ്, ഇത് ദൈവം മൊട്ടായി തന്നതാണ്, ഇത് ദൈവം സമ്മാനം അയച്ചതാണ്, ഇത് ദൈവം ഉയർത്തിയതാണ്. ഈ തരത്തിലുള്ള ആത്മപ്രകർഷങ്ങൾ. അപ്പൊ ഇത് സമ്മതിക്കാത്തതുകൊണ്ടാണ് ഈ സുറിയാനി സഭയുടെ ലിറ്റർജിയും സുറിയാനി സഭയുടെ തിയോളജിയും കൂടുതൽ ജനകീയമായിട്ട് പോപ്പുലർ ആകാതെ, ആളുകൾക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. ജഡത്തെ രസിപ്പിക്കുന്നല്ല, ജഡത്തിന്റെ അഭിലാഷങ്ങളെ പൂരിപ്പിക്കുക എന്നുള്ളൊരു പ്രയോഗമാണ് ബൈബിളിലുള്ളത്. അപ്പൊ ജഡത്തിന്റെ അഭിലാഷങ്ങളെ പൂരിപ്പിക്കുക. അപ്പൊ ജഡത്തിന്റെ അഭിലാഷങ്ങളിൽ ഒന്നാണ് ഈ അപ്രീസിയേഷൻ. ഇപ്പൊ ഒരു കാർ മേടിച്ചു, നിങ്ങളൊരു ബെൻസ് കാർ മേടിച്ചു, അല്ലെങ്കിൽ ഒരു BMW കാർ മേടിച്ചു. ശരിയായിട്ട് സുറിയാനി പാരമ്പര്യത്തിൽ ആരാധന നടക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ കാറിൽ ചെന്നാൽ കാറിൽ ചെന്നു, പ്രാർത്ഥന കഴിഞ്ഞ് പോവാം. പക്ഷെ അതിനാണ് ഇപ്പൊ എക്സ്റ്റൻഷൻ കൊണ്ടുവരുന്നത്. ലിറ്റർജിക്ക് എക്സ്റ്റൻഷൻ കൊണ്ടുവരിക. ലിറ്റർജിയുടെ എക്സ്റ്റൻഷനായിട്ടാണ് സ്തോത്ര പ്രാർത്ഥന, ബർത്ത്ഡേ സ്തോത്രം. ഇന്ന് ബർത്ത്ഡേ ഉള്ളവര്, പെന്തക്കോസ്തിലൊക്കെ അങ്ങനെയുണ്ട്, എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് വിവാഹ വാർഷികമുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് വിവാഹ മോചനത്തിന്റെ വാർഷികമുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് കൈയടിക്കാം, ഒരു പ്രോത്സാഹനം. ഈ രീതിയിൽ അപ്രീസിയേഷൻ. നമ്മുടെ തോമാച്ചൻ ഒരു പുതിയ കാർ മേടിച്ചല്ലോ, സ്തോത്രം. തോമാച്ചന്റെ കാറിന് 78 ലക്ഷം രൂപയാണ്, ഓടി കാറാണ്, ഓടുന്ന കാറാണ്. ഇതാ കൈയുർത്തി സ്തോത്രം ചെയ്യാം. അപ്പം തോമാച്ചൻ ഇങ്ങനെ ചിരിച്ചെനിക്കും. ഈ തോമാച്ചൻ കാർ മേടിച്ചതിന്റെ വകയായിട്ട് സഭയിലുള്ള എല്ലാവർക്കും ഇന്ന് ഓരോ പപ്സ് കിട്ടും. പപ്സ് എങ്കിൽ പപ്സ്. അപ്പൊ ഒരു പപ്സ് കൊടുത്തു.
തോമാച്ചനപ്പോ എന്നാ 200 പേര് സഭയിൽ ഇരിപ്പുണ്ട്, ഒരു പപ്സിന് 10 രൂപ വെച്ചാണ് 2000 രൂപയുടെ മുടക്കുള്ളൂ. തോമാച്ചന് 2 ലക്ഷം രൂപയുടെ അഭിമാനമായി. അപ്പൊ ഈ തരത്തിലുള്ള ഇക്ലിപ്പെടുത്തലുകൾ, തോമാച്ചന് ദൈവം ഓടി കാറ് കൊടുത്തു. ഈ സഭായോഗം കഴിഞ്ഞ് നമ്മൾ മഴയത്ത് നടന്ന് ബസ് സ്റ്റോപ്പിൽ ബസ് നോക്കി നിൽക്കുക, വരുന്ന പണ്ടാരം ബസ്സൊന്നും നിർത്തുന്ന പോലുമില്ല. തോമാച്ചൻ ഓടി കാറ് കൊടുത്ത ആ ദൈവത്തിന് ഈ ബസ്സൊന്നും നിർത്തിക്കാൻ പോലും പറ്റുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ബസ് കുറെ മുന്നിൽ കൊണ്ടു നിർത്തി. അപ്പൊ നമ്മൾ ഓടുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബസ് വിട്ടുപോയി. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് വരുമ്പോഴേക്കും ദേ ഒരു ജീപ്പ് പാഞ്ഞു പോകുന്നു. ആ ഗട്ടറിൽ കിടന്ന വെള്ളം മുഴുവൻ നമ്മുടെ വെള്ള ഷർട്ട്, ഏത് നമ്മൾ വിശുദ്ധ വസ്ത്രമായിട്ട് നമ്മൾ അല്ലേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടി. ഇത് ഞാൻ നേരിട്ട് കണ്ട ഒരു കാഴ്ച, അതുകൊണ്ട് ഞാൻ ഈ തമാശയായിട്ട് പറയുന്നത്. ഞാൻ ഒരിക്കലേ പോകുന്ന വഴിക്ക് ഒരു അമ്മച്ചി പെന്തക്കോസ് യോഗം കഴിഞ്ഞ് വന്ന് ഇങ്ങനെ നിൽക്കുന്നതും ബൈബിൾ മാറത്ത് വെച്ച് നിൽക്കുന്നു, ഒരു ബസ്സിന്റെ പുറകെ ഓടുന്നതും, ഓടിക്കഴിഞ്ഞ് ആ ബസ് കിട്ടാതെ തിരിച്ചു വരുമ്പോൾ ഒരു ജീപ്പ് പോയിട്ട് ഈ ഗട്ടറി ചാടി ആ തള്ളയുടെ മുകളിൽ തൊട്ട് താഴെ വരെ നല്ല ഡിസൈൻ ആകുന്നത് ഞാൻ കണ്ടതാ. ഈ യേശു എന്നാ പണിക്ക് പോയിരിക്കായിരുന്നു. മറ്റേ തോമാച്ചൻ ഓടിക്കാർ കൊടുത്തിട്ട് അതിന്റെ ബാക്കി സീറ്റിൽ കഞ്ചാവ് വീടി വലിച്ചിരിക്കുകയായിരുന്നു ഇവന്റെ യേശു. ഞാൻ ഇവന്റെ യേശു എന്ന് പറയുന്നത് ഈ പെന്തക്കോസുകാരുടെ, ഈ കൂട്ടായ്മക്കാരായ ഓർത്തഡോക്സ് യാക്കോക്കാരുടെ യേശു. സ്പെസിഫിക്കലി ഞാൻ പറയാം, എനിക്കൊരു യേശുവിനെ പരിചയമുണ്ട്. നിങ്ങളുടെ യേശു ആരാണ്? നമുക്ക് ഉരച്ചു നോക്കാം. ഏത് യേശു? അപ്പൊ ഇങ്ങനെയുള്ള വഞ്ചകന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. എന്താണ്? ദൈവത്തെ സംബന്ധിക്കുന്ന തെറ്റായ ബോധ്യം നൽകുന്നതിന്റെ പേരാണ് സാത്താൻ, പിശാച്. ദൈവത്തെ സംബന്ധിക്കുന്ന തെറ്റായ ബോധ്യം നിങ്ങൾക്ക് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ, തെറ്റായ അറിവ് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ അല്ലെ ആ സംഭവത്തിന്റെ അല്ലെ ആ പ്രസ്ഥാനത്തിന്റെ അല്ലെ ആ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന്റെ പേരാണ് സാത്താൻ, പിശാച് എന്നൊക്കെ പറയുന്നത്. വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ. കണ്ടോ? വഞ്ചക സാത്താനെ ബന്ധിച്ച് അന്ധകാരം നീക്കാൻ. അന്ധകാരം നീക്കുമ്പോൾ വെളിച്ചം വരും. 5 കായങ്ങൾ വഴിയായി പാഞ്ഞ തീരൂ രക്തമേ സർവപാപ കറകൾ തീർത്തു. അപ്പൊ എന്താണ് ഈ പാപക്കറ എന്നറിയാവോ? ദൈവത്തെ പറ്റിയുള്ള തെറ്റായ ബോധ്യമാണ് പാപക്കറ. നിങ്ങൾക്ക് ദൈവത്തെ പറ്റി ഒത്തിരി തെറ്റായ ധാരണയുണ്ട്. ആ ദൈവത്തെ സംബന്ധിക്കുന്ന ആ തെറ്റായ ധാരണകൾ മാറണം. അപ്പൊ അതിൽ ഒന്നാമത്തെ തെറ്റിദ്ധാരണയാണ് ദൈവം ഇങ്ങനെ ശിക്ഷിക്കും. ബാലശിക്ഷ നൽകുമെൻ അപ്പനെങ്കിലും. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും. അപ്പൊ ഈ ശിക്ഷ കിട്ടുന്ന കാര്യമെല്ലാം ദൈവത്തിന് എഴുതി വെക്കും. ശിക്ഷ മാത്രമേ ഉള്ളൂ, നല്ലതൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്നൊരാൾ ചിന്തിച്ചു കഴിയുമ്പം മനസ്സും അടുത്തിട്ട് ഇവര് നാസ്തികരായി പോവും, മതരഹിതരായി പോവും, സന്ദേഹവാദികളായി പോവും. ഈ സന്ദേഹവാദി എന്ന് പറഞ്ഞാൽ അഗ്നോസ്റ്റിക് ആയി പോവും. ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് എന്തുകൊണ്ട്? ഈ തെറ്റായ ദൈവം അനുദിനം നമ്മുടെ കാര്യത്തിലൊക്കെ ഇടപെടുക. എന്നാൽ വാസ്തവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന ആ ദൈവം പെർഫെക്റ്റ് സെർണിറ്റിയിലാണ് വസിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനും എത്തി നോക്കാനും ഒളിഞ്ഞു നോക്കാനും വരുന്നില്ല, അതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായോ? ദൈവം ഇങ്ങനെ ലാത്തിയുമായിട്ട്, ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമ്പോ ആരോ കരിങ്കൊടി കാണിച്ചു, അപ്പൊ പെട്ടെന്ന് ആ ഗൺമാനൊക്കെ കൂടെ ഒരു വലിയ നീണ്ട വടിയായിട്ട് ഇറങ്ങി അവനെ തല്ലുന്നുണ്ട്. ഇങ്ങനെ യേശു കൂടെ നടക്കുകയാണ്. അപ്പൊ ഈ റെജി പൗലൂസ് പ്രസംഗിക്കുകയാണ്, തീയുടെ ബലത്തെ അവൻ കെടുത്തുന്നു. ഗ്രഹാം ഷെയ്ൻസിനെ കത്തിച്ചിട്ട് തീയുടെ ബലമൊന്നും ഒട്ടും കെടുത്തിയൊന്നുമില്ല, കത്തിപ്പോവാൻ. ആ കല്ലറയ്ക്ക് പോയി നിന്ന് കരഞ്ഞ ആളാണ് ഈ പുള്ളി. എന്നിട്ടാണ് ഇപ്പൊ ഇത് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായാൽ അതിന്റെ ക്രെഡിറ്റ് നമുക്ക് വേണം. അത് എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം ചെയ്തിരിക്കുന്നതാണ്, ദൈവനെ ബോധ്യപ്പെടുത്തുകയാണ്, അതിന്റെ കമ്മീഷൻ മേടിക്കുകയാണ്, അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ്.
ഈ നല്ല ബിസിനസ്സൊക്കെ അനുഗ്രഹിക്കപ്പെട്ട് പൈസയൊക്കെ ഉണ്ടായ ആളുകളുടെ വീട്ടിലൊക്കെ പാസ്റ്റർമാർ പോയി ഇരിക്കുന്ന കാണണം. അവരെന്തോ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറഞ്ഞ് ഇവര് ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നോ. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാര് അംബാനി, അദാനി, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഉയർച്ചകളുള്ള അവരൊക്കെ യേശുക്രിസ്തു അനുഗ്രഹിച്ചാണ്. അതൊക്കെ യേശുക്രിസ്തുവിനേക്കാളും കേമന്മാരായ ദൈവങ്ങൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പൊ തെറ്റായ ദൈവശാസ്ത്രമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തങ്കുവിനെ പോലെ, ഈ സ്വർഗീയ വിരുന്ന് പോലെയൊക്കെയുള്ള ടിനു ജോർജ്, ഇപ്പൊ ആ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചങ്ങാതിയാണ് ഈ റജി പാലിയക്കര. ഇപ്പൊ റജി പാലിയക്കരയും റജി ശാസ്താംകോട്ടയും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആ ഒരു നിരയിലേക്ക് എത്താൻ വേണ്ടി, ഉന്നതമായ വിശുദ്ധരുടെ ആ നിരയിലേക്ക് എത്താൻ വേണ്ടി. വളരെ കഷ്ടമാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ ചില അച്ഛന്മാരും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛന്മാരുടെ ഒക്കെ പോസ്റ്റർ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. ഇത് സത്യവിശ്വാസമല്ല, ഇത് ശരിയായ ക്രിസ്ത്യ വിശ്വാസമല്ല എന്ന് ഓർക്കുക. ഇവർക്ക് പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എൻ്റെയും ഇന്നയാളുടെയും കൂടെ പ്രാർത്ഥനയാൽ നിങ്ങൾ, കർത്താവ്, ഞാനും ഒക്കെ കൂടെ ഇത് ഒപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ദുരന്തങ്ങൾ വരുന്നിടത്ത് അത് നിങ്ങൾക്ക് തലമുറ തല. അപ്പൊ ഇതൊരു ടെൻഡൻസിയാണ്. പഴയ കാലത്ത് യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ട് ഒരുത്തൻ അന്ധനായിട്ടിരിക്കുന്ന കണ്ടപ്പം ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, ഇവൻ അന്ധനായി പിറന്നതിന്റെ കാരണം എന്താണ്? ഇത് ഇവന്റെ പാപമാണോ, ഇവന്റെ തന്തയുടെ പാപമാണോ, ഇവന്റെ തള്ളയുടെ പാപമാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു വന്നേ, ഇവന്റെ പാപമല്ല, ഇവന്റെ അപ്പന്റെ പാപമല്ല. അങ്ങനെ കാരണങ്ങളൊന്നും അന്വേഷിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവം ശിക്ഷിച്ചതാണെന്നും. ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ട വ്യക്തിയോ, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ട വ്യക്തിയോ, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത ഒരു തൊഴിൽ രഹിതനോ, തൊഴിൽ അന്വേഷിച്ചിട്ട് കിട്ടാത്ത വ്യക്തിയോ, അല്ലെ ബിസിനസ് തകർന്ന വ്യക്തിയോ, കൃഷിയിൽ നഷ്ടം വന്ന വ്യക്തിയോ, ശാരീരികമായി രോഗം നിർണയിക്കപ്പെട്ട വ്യക്തിയോ, അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം തകർന്ന വ്യക്തിയോ, ബന്ധ തകർച്ച, ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾ എന്തിലൂടെ അവിടെ പോകുന്നെന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. കാരണം ഞാൻ അങ്ങനത്തുള്ള സിദ്ധികളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. വാട്ട് എവർ സിറ്റുവേഷൻ യു ആർ ഗോയിങ് ത്രൂ, നിങ്ങളത് ദൈവം നിങ്ങൾക്കിട്ട് ചെയ്തതാണെന്നും ഒന്നും, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. അതിനാണ് ദൈവം മനുഷ്യനായത്. മനസ്സിലായോ? ദൈവം മനുഷ്യനായത്. ഇനി നിങ്ങൾ എന്തായാലും നിങ്ങൾ മനുഷ്യനിലാണ് വിശ്വസിക്കുക. നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. നിങ്ങളത് രക്ഷിക്കുക. അല്ല, ദൈവത്തെ ബ്ലെയിം ചെയ്യരുത്. ദൈവം നിങ്ങളെ ശിക്ഷിച്ചാണ്. ദൈവം ശിക്ഷിച്ചാണ് പിന്നെ ആർക്ക് രക്ഷിക്കാൻ പറ്റും? ദൈവം ശിക്ഷിച്ചാണെങ്കിൽ ആർക്ക് രക്ഷിക്കാൻ പറ്റും? സിക്ലാഗില് ദാവീദ് വരുന്ന സമയത്ത് സിക്ലാഗ് ചുട്ട് കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. സിക്ലാഗ് പട്ടണം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന കുറെ പുരുഷന്മാരൊക്കെ കൊല്ലപ്പെട്ടു. സ്ത്രീകളെയും കുട്ടികളെ അവർ പിടിച്ചോണ്ട് പോയി. ഒരു മനുഷ്യൻ ദാവീദിനെ ആശ്വസിപ്പിക്കാനില്ലായിരുന്നു. ദാവീദ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ദാവീദിന് അവിടെ പറയുന്ന, ദാവീദ് തനിക്ക് ബലമില്ലാതാകുവോളം ഉച്ചത്തിൽ കരഞ്ഞു. എന്താ ചെയ്യുന്നേ? ഭാര്യയും പിള്ളേരെല്ലാം പിടിച്ചോണ്ട് പോയി. വീടൊക്കെ കത്തിച്ചു കളഞ്ഞു. സ്വത്തെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. ചുട്ടുകരിക്കപ്പെട്ടു കിടക്കുക. അതിന്റെ നടുക്കിരുന്ന് കരഞ്ഞു. അടുത്തൊരു വാക്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വാക്യം തന്നെ, ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ്. Nobody else was there to encourage him, so he encouraged himself. ദാവീദ് സ്വയം അവനെ തന്നെ ഉത്തേജിപ്പിച്ചു, സ്വയം ധൈര്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് അവന്മാരെ പോയി ആക്രമിച്ചേക്കാം. പോയി. അത് ഈ ദാവീദ് ജയിക്കുന്നുണ്ട്. ഇപ്പം പുതിയ നിയമത്തിൽ വരുമ്പോൾ 13 അധ്യായം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നത്, ഡേവിഡ് ഈസ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ. ദൈവ മനുഷ്യനാകുന്നതിന് മുമ്പ് ദാവീദിന് മനസ്സിലായി. നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായി? ഇതാണ് ക്രിസ്ത്യൻ മെസ്സേജ്. ഈ മെസ്സേജാണ് പറയേണ്ടത്. നിങ്ങൾ ആദ്യം മനുഷ്യനെ വിശ്വസിക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയും ദൈവം നിങ്ങളെ തിരുത്തുകയും ദൈവം നിങ്ങളെ അടിക്കാനിരിക്കുകയും ഓരോ മറവിടങ്ങളിലും ചൂരലുമായിട്ടിരിക്കുന്ന ദൈവത്തെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ഒരു കൈ ലഡുവിന്റെ പൊതിയും മറ്റേ കൈ ചൂരലുമായിട്ടിരിക്കുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലഡു തരും, നിങ്ങൾ മോശമാണെങ്കിൽ നിങ്ങളുടെ കുണ്ടിക്ക് 2 പെട തരും. അപ്പൊ ലഡു തരും, പെട തരും. ലഡു ആണോ പെടയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇങ്ങനെയുള്ള ഒരു ചിന്തയുമായിട്ട് നമ്മളെ നടത്തി അന്ധരാക്കി നമ്മളെ മാറ്റുന്ന ഒരു ചിന്തകളാണ് ഈ നാളുകളിൽ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുക. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ അനുഭവങ്ങളെ ദൈവശാസ്ത്രമായിട്ട് രൂപാന്തരപ്പെടുത്തുക, അതിനുവേണ്ടി താതാത്മ്യപ്പെടുത്തുക. പിടികിട്ടും. അപ്പൊ ദൈവം ചിലരെ സ്നേഹിക്കുന്നു, ചിലരെ കടാക്ഷിക്കുന്നു. പെന്തക്കോസ്തിൽ ഇത് വ്യാപകമാണ്. ഈ ഒരു ശൈലി സുറിയാനി സഭയിലേക്കും കടന്നു കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം പാട്ടുകൾ, ആഴത്തിൽ എന്നോടൊന്നിടപെടണേ എന്നൊക്കെ പറഞ്ഞു പാട്ട്, തീ പോലെ ഇറങ്ങണമേ, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ. സുറിയാനി സഭയുടെ ആരാധനാക്രമം നിങ്ങൾ നോക്കുക. ആ കോൺഗ്രിഗേഷനിൽ വരുന്ന എല്ലാവർക്കും ഒരുപോലെ ആരാധിക്കാൻ പറ്റില്ല. വ്യക്തിപരമായ അനുഭവങ്ങളെ ദൈവശാസ്ത്രവൽക്കരിക്കുന്നില്ല. വ്യക്തിപരമായ അനുഭവങ്ങൾ കേവലം വ്യക്തിപരമായ അനുഭവങ്ങൾ മാത്രമാണ്. അപ്പൊ ദൈവാരാധന എന്താണ്? പൊതു ആരാധനയാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന പണ്ഡിതനും പാമരനും, ദരിദ്രനും ധനികനും, കുബേരനും കുചേലനും, അധകൃതനും ഉന്നതനും, വെളുത്തവനും കറുത്തവനും, സ്ത്രീക്കും പുരുഷനും എന്ന് പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഒരുപോലെ ആരാധിക്കാൻ പറ്റുന്നതാണ് ക്രിസ്തീയ ആരാധന. വാട്ട് എവർ ദ സിറ്റുവേഷൻ ഹി ഈസ് ഗോയിങ് ത്രൂ. മനസ്സിലായോ? ലോട്ടറി അടിച്ചിട്ട് നിൽക്കുന്നവനും ക്യാൻസർ ഡയഗ്നൈസ് ചെയ്തിട്ട് നിൽക്കുന്നവനും ഒരുമിച്ച് ആരാധിക്കാൻ പറ്റുന്ന ആരാധനയാണ് ആരാധന. പിടികിട്ടിയ? ലോട്ടറി അടിച്ചിട്ട് നിൽക്കുന്നവനും ക്യാൻസർ ഡയഗ്നൈസ് ചെയ്തിട്ട് നിൽക്കുന്നവനും ഒരുമിച്ച് നിൽക്കുക. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്ന് എന്നേക്കും ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തു. എന്നാ കുഴപ്പമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. യേശുക്രിസ്തു അതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് പറയാണ്, ഇനി അധികം ഒന്നും പ്രാർത്ഥിക്കരുത്, ദിസ് ഈസ് ഇനഫ്. അയ്യോ അത് പറ്റത്തില്ല, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനായ കർത്താവെ, ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, അന്നമ്മയുടെ കാര്യം നിനക്ക് അറിയാൻ മേലാത്തതല്ലോ കർത്താവെ, അവള് ബോംബെ നിന്ന് പോന്നിരിക്കുകയാണ്, ബർത്തിൽ RAC ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവെ നീ ഇടപെടണമേ. കർത്താവെ ബോംബെയിൽ നിന്ന് ജയന്തി ജനത എക്സ്പ്രസിലാണ് കയറി കൂടിയിരിക്കുന്നത്. കർത്താവെ സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ ബെർത്ത് ഉറപ്പാക്കി കൊടുക്കണമേ, ബെർത്ത് ഉറപ്പാക്കി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ആ TTയുടെ ഹൃദയത്തോട് നീ ഒന്ന് ഇടപെടണമേ, ഇടപെടറാ നീ ആ TTയുടെ ഹൃദയത്തോടൊന്ന് ഇടപെടണമേ. അന്നമ്മയുടെ ബെർത്ത് റെഡിയാക്കണമേ കർത്താവ്. RAC ടിക്കറ്റ് RACയിൽ നിന്ന്, അപ്പൊ അടുത്ത പറയും RAC ആണെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി ഒരു നല്ല വ്യക്തി ആയിരിക്കാൻ, എന്നിട്ട് വേറൊരു വ്യക്തി അതിന് ഓപ്പോസിറ്റ് വരുന്ന വ്യക്തി ഏത് വ്യക്തിയാണെങ്കിലും അന്നമ്മയുടെ സാക്ഷ്യം മൂലം ദൈവവൈതലായി മാറട്ടെ. ഓ സ്തോത്രം. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങുമ്പോൾ ഒരു ദൈവവൈതലിനെ രൂപാന്തരപ്പെട്ട ആത്മാക്കളെ ട്രെയിനിൽ നേടുവാൻ അന്നമ്മയുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള കേട്ടോ. നിങ്ങളവർക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഓരോ കേട്ട പ്രാർത്ഥനകൾ, അല്ലാതെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഈ ബ്ലസ്സിമോടെ വയറുവേദന, ജോക്കുട്ടന്റെ വിസ, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഓരോ സ്ഥലത്ത്. അപ്പൊ ഞാനിതൊക്കെ പ്രാർത്ഥനകൾ ഓർത്തിരിക്കുന്നു. ഇതെല്ലാം ഞാൻ കേട്ടിട്ടുള്ള. ബോംബെ നിന്ന് പോരുമ്പോ ഈ RACയെ മറ്റേതാക്കുന്ന പ്രാർത്ഥന, ഇതിന് ഇടപെടണമേ. എന്താ ചെയ്യുന്നു? എന്തിടപെടണം? ഞാൻ പണ്ടൊരു, ഇപ്പോഴല്ല പഴയ കാലത്താ, അന്ന് ഈ ട്രെയിനിലൊക്കെ ടിക്കറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള, ഇത്തരം ട്രെയിനുകളില്ല. അന്ന് ഡൽഹിക്ക് പോകാൻ വേണ്ടി ഒരു ഭാര്യ ഭർത്താവ് കൊണ്ട് ഡൽഹിക്ക് പോവാണ്. അപ്പൊ അവർക്ക് ടിക്കറ്റില്ല, വെയിറ്റ് ലിസ്റ്റിലാണ്ട് ഞാൻ കോട്ടയത്ത് നിൽക്കുമ്പം എന്നെ കണ്ടു. ഒരു നിവൃത്തിയില്ല, ഇങ്ങനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത്, നമുക്ക് സുരേഷ് കുറുപ്പിനെ പോയി ഒന്ന് കണ്ടു നോക്കാം, ലെറ്റസ്റ്റ് ട്രൈ. അപ്പം അവരവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് ഞാൻ ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് താഴെയാണ് സുരേഷ് കുറുപ്പിനെ, അത് സുരേഷ് കുറുപ്പ് MP ആണ്. സുരേഷ് കുറുപ്പിനെ അടുത്ത് സുരേഷ് കുറുപ്പ് എന്നെ ഞാൻ പറഞ്ഞു, ഇന്നോലെ ഒരു ടിക്കറ്റാണ് ഇവർക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടത്, ഒന്ന് ശരിയാക്കാൻ പറ്റുമോ? കുറുപ്പ് പറഞ്ഞ് ശരി, ഇപ്പൊ ഭയങ്കര തിരക്ക്, ശരിയാവുമെന്നും അറിയത്തില്ല, ഞാനൊരു കത്ത് തരാമെന്ന് പറഞ്ഞ് പുള്ളി പെട്ടെന്ന് ഏരിയ മാനേജർക്ക് ഒരു കത്ത് എഴുതി തന്നു. K. സുരേഷ് കുറുപ്പ് MP സീലും വെച്ചു.
ഞാൻ ഈ കത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതുകൊണ്ട് നേരെ എറണാകുളത്തല്ലേ ഏരിയ മാനേജറെ ചെന്ന് കാണുക, കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരന്നേരം നേരെ എറണാകുളത്ത് അവിടെ ചെന്നാൽ ഇവർക്ക് കൺഫേം ടിക്കറ്റ് കിട്ടി. ഒത്തിരി വർഷം മുമ്പ് ഞാൻ അറിഞ്ഞ ഡൽഹിക്ക് പോയി. ഞാൻ പറഞ്ഞു മനസ്സിലായി, ഇവിടെ ഈ മനുഷ്യന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതേസമയം ഈ അന്നമ്മ ബോംബെന്ന് കയറുമ്പം അവിടെ ആരെങ്കിലും സ്വാധീനമുള്ളവരോ കഴിവുള്ളവരോ പിടിപാടുള്ളവരുണ്ട്, ഈ അന്നമ്മയുടെ ടിക്കറ്റ് ഓക്കെ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി ഇവിടെ ഇരുന്ന് ഞങ്ങളെല്ലാം കൂടെ കൈയടിച്ച് അന്നമ്മയുടെ RAC ഹൂശി. അപ്പൊ എന്റെ ബുദ്ധി, ഞാൻ ഈ പറഞ്ഞത് ഇത് നിസ്സാര കാര്യമാണ്. നിസ്സാരല്ല, ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ അധികാരങ്ങളൊക്കെ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. അത് റൈറ്റായിട്ട് ആ പ്രോപ്പർ ചാനലിൽ പ്രോപ്പർ ടൈമിൽ പോകുന്നില്ല. അതിന് പകരം ഇതൊക്കെ നമ്മൾ എക്സ്ക്യൂസ് ആയിട്ടാണ്. ദൈവം ശിക്ഷിച്ചു, ദൈവം കൈവിട്ടു, ദൈവം അടിപ്പിച്ചു. നമ്മുടെ കിലുക്ക സിനിമയ്ക്കകത്ത് നമ്മുടെ ഇന്നസെന്റ് ഒന്ന് അടിച്ചു മോളെ. അപ്പൊ പിന്നെ അങ്ങനെ ആട്ടെ. ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്, എനിക്കറിയാം. പറഞ്ഞതാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പരാജയങ്ങളും തിരിച്ചടികളും ഒക്കെ ദൈവം ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലാനും മറ്റുള്ളവരെ അകറ്റാനും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും അവരുടെ ഹൃദയം കഠിനപ്പെടുത്താനുമായിട്ട് ആ ഒരു രീതിയിലുള്ള ദൈവ ആശയത്തെ കൊണ്ടുവരരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഉയർച്ചകൾ, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉയർച്ച, ഇതെല്ലാം ദൈവം അവന് കൊടുത്തു, മറ്റുള്ളവന് കൊടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവറാച്ചൻ ഓടി കാർ കൊടുത്തു. അവറാച്ചന്റെ ഓടി കാറിന്റെ പപ്സ് എന്ന് ചൊന്ന അമ്മാമ്മയുടെ ദേഹത്ത് ചള്ളയടിച്ചത് ഞാൻ പറഞ്ഞില്ല, സത്യമായിട്ട് ചള്ളയടിച്ചതാ. അപ്പൊ യേശുക്രിസ്തുവിന് ഒരു കൊട പോലും വെക്കാൻ പറ്റില്ല. കാരണം യേശുക്രിസ്തു ഓടിക്കാറിന്റെ പുറകെ ചാരിയിരുന്ന് പോയി. വിഡ്ഢികളാകാതിരിക്കുക. മനസ്സിലായോ? ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കുക. May God bless you. Thank you. വാക്കിൻ വൈഭവം